ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീം കോടതി വ്യാഴാഴ്ചയും വാദം കേൾക്കും. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ 2 വർഷം എടുത്തത് നല്ലതല്ലെന്നായിരുന്നു ഇഡിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം. അസാധാരണ കേസിൽ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ജാമ്യം നൽകുന്നത് പരിഗണിക്കരുതെന്ന ഇഡിയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യക്തത വേണമെന്ന് സുപ്രീം കോടതി ഇഡിയോട് നിർദ്ദേശിച്ചു. അറസ്റ്റിനായുള്ള നിബന്ധനകൾ ഇഡി പാലിച്ചോ എന്ന് പരിശോധിക്കും. ഇഡിയുടെ അന്വേഷണത്തിന്റെ സ്വഭാവവും യുക്തിയും പരിശോധിക്കേണ്ടതുണ്ട്. അന്വേഷണം എന്തിന് 2 വർഷം നീണ്ടുവെന്നും ഇഡിയോട് കോടതി ചോദിച്ചു. കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കണോ എന്നല്ല പരിശോധിക്കുന്നത്, അറസ്റ്റ് സംബന്ധിച്ചാണ് പരിശോധന. വിളവെടുപ്പ് പോലെ 6 മാസത്തിലൊരിക്കലല്ല 5 വർഷത്തിലൊരിക്കലാണ് പൊതുതെരഞ്ഞെടുപ്പെന്നും സുപ്രീം കോടതി. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേക പരിഗണനയില്ല. എന്നാൽ ദില്ലി മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ മറ്റൊരു കേസിലും പ്രതിയല്ല, സ്ഥിരം കുറ്റവാളിയല്ലെന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മനീഷ് സിസോദിയയുടെ അറസ്റ്റിന് മുൻപും ശേഷവുമുള്ള കാര്യങ്ങളിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിച്ചതിലും ഇഡി വ്യക്തത വരുത്തണം. തുടക്കം മുതലുള്ള കേസ് ഫയൽ ഹാജരാക്കണമെന്നും സുപ്രീം കോടതിയോട് ഇഡി നിർദ്ദേശിച്ചു. ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യം പരിഗണിക്കരുതെന്നായിരുന്നു ഇഡിയുടെ മറുവാദം. പ്രതിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ജയിലിലിരുന്ന് ഒരു ഫയലിലും അരവിന്ദ് കെജ്രിവാൾ ഒപ്പിടുന്നില്ലെന്ന് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജിയിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി സമയപരിമിതി മൂലം 2:30 അവസാനിപ്പിച്ചു. ദില്ലി മദ്യനയ കള്ളപ്പണക്കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും കെ കവിതയുടെയും കസ്റ്റഡി ദില്ലി റൌസ് അവന്യൂ സെഷൻസ് കോടതി നീട്ടി. കെ കവിതയെ ഈ മാസം 14-നും അരവിന്ദ് കെജ്രിവാളിനെ 20-നും കോടതിയിൽ വീണ്ടും ഹാജരാക്കണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.